ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ്. അതായത് നമ്മൾ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സിലെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ചില സൈൻ കൺവെൻഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സൈൻ കൺവെൻഷൻസിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എല്ലാവരും 9th സ്റ്റാൻഡേർഡിലൊക്കെ കാർട്ടീഷ്യൻ പ്ലെയിൻസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? കാർട്ടീഷ്യൻ പ്ലെയിൻസിൽ ഒരു 2 ഡയമെൻഷനിലായിട്ടുള്ള ഒരു പ്ലെയിൻ ആണെങ്കിൽ ഇവിടെ എക്സ് വൈ ആക്സിസുകളുണ്ട്. എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സ് വൈ ആക്സിസുകൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഒറിജിൻ ഒ. ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആക്സിസ്, അതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഈ പോസിറ്റീവ് എക്സ് ആക്സിസ് നടത്തുന്ന മെഷർമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതാണ് എക്സ് ഡാഷ് എന്ന് ജനറലി കാണിക്കും. ദാറ്റ് ഈസ് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇവിടെ നടത്തുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് സൈൻ ആയിരിക്കും. അതുപോലെ ഒറിജിനിൽ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. ഇവിടെയുള്ള മെഷർമെൻറ്റ്സും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഒറിജിനിൽ നിന്ന് താഴേക്ക് പോകുന്ന ആക്സിസ് വൈ ഡാഷ്, ദാറ്റ് ഈസ് നെഗറ്റീവ് വൈ ആക്സിസ്. ഇവിടെ നടത്തുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ കോൺകേവ് മിററിൻ്റെ സൈൻ കൺവെൻഷനാണ് നോക്കുന്നത്. സോ കോൺകേവ് മിററിൻ്റെ സൈൻ കൺവെൻഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഓൾവേസ് പോൾ ഈസ് അറ്റ് ദി ഒറിജിൻ. പോൾ നമ്മളെപ്പോഴും ഒറിജിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പോൾ എപ്പോഴും എന്തായിരിക്കും? ഒറിജിൻ ആയിരിക്കും. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിനെ നമ്മൾ എന്താണ്? എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കൺസിഡറിങ് എക്സ് ആക്സിസ് ആസ് എ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് പോൾ ആസ് ദി ഒറിജിൻ, വി ആർ കൺസ്ട്രക്ടിങ് എ കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുന്നു. ഇനി സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്ത് ഒബ്ജക്റ്റ് എപ്പോഴും എവിടെയായിരിക്കും? മിററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എബോവ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും എപ്പോഴും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് മിററിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും വന്ന് വീഴുന്നത്. ഓക്കെ, ലൈറ്റ് ഫോളോ ഓൺ ദ മിറർ ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നായിരിക്കും മിററിലേക്ക് എപ്പോഴും ലൈറ്റ് വന്ന് വീഴുന്നത്. ഇനി പോളിൽ നിന്നാണ് രണ്ടാമത്തെ അതായിട്ട് വരുന്ന സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. പോളിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട് അല്ലേ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സപ്പോസ് ഇനി ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഇമേജിലോട്ടൊരു ഡിസ്റ്റൻസും പോളിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ഇവിടാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ, ഒരു വെർച്വൽ ഇറക്റ്റ് ഇമേജാണ് ഫോം ചെയ്യുന്നതെങ്കിൽ പോളിൽ നിന്ന് ഈ ഡയറക്ഷനിലായിരിക്കും മെഷർമെൻറ്റ് നടത്തുന്നത്. പോളിൽ നിന്ന് റൈറ്റ് ഡയറക്ഷനിൽ മെഷർമെൻറ്റ് നടത്തിയാൽ അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പോളിൽ നിന്ന് റൈറ്റ് ഡയറക്ഷനിലുള്ള മെഷർമെൻ്റ് എല്ലാം പോസിറ്റീവ് വാല്യൂ. കാരണം എന്താ? ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലേ. പോസിറ്റീവ് എക്സ് ആക്സിസിലൂടെ നടത്തുന്ന മെഷർമെൻ്റ് എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഇനി പോളിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നടത്തുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് മെഷർമെൻറ്റ് നടത്തുന്നത്. അത് മൈനസ് എക്സ് ആക്സിസ് ആണ്, എക്സ് ഡാഷ് ആണ്. സോ അവിടെ നടത്തുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്യണം. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം അത് പോസിറ്റീവ് വൈ ആക്സിസിലല്ലേ നമ്മൾ മെഷർമെൻറ്റ് അപ്പോൾ നടത്തുന്നത്. പോസിറ്റീവ് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഡയറക്ഷനിലാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നത്. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഇനി പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴേക്ക് ബിലോ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ്, അങ്ങനെയുള്ളൊരു ഇമേജിൻ്റെ മെഷർമെൻറ്റാണ് നമുക്ക് നടത്തേണ്ടതെങ്കിൽ അതെന്തായിരിക്കും കിട്ടുക? അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ നെഗറ്റീവ് വൈ ആക്സിസിലായിരിക്കും മെഷർമെൻറ്റ് നടത്തുന്നത്. അതുപോലെ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ യു ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. പോൾ ടു ദി ഒബ്ജക്റ്റ്, ആ ഡിസ്റ്റൻസ് എന്താണ്? യു. ദറ്റ് ഈസ് യു ഈസ് ദി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് യു. അതുപോലെ ഇമേജുമായിട്ടുള്ള ഡിസ്റ്റൻസ്, പോളിൽ നിന്ന് ഇമേജിലേക്ക് ഉള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വി ഈസ് ദി ഇമേജ് ഡിസ്റ്റൻസ്. യു ഈസ് ദി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് വി ഈസ് ദി ഇമേജ് ഡിസ്റ്റൻസ്. ഇനി കോൺകേവ് മിററിൻ്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിററിൻ്റെ കേസിൽ എപ്പോഴും ഒബ്ജക്റ്റ് എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. കാരണം എന്താ? നെഗറ്റീവ് എക്സ് ആക്സിസിലല്ലേ മെഷർമെൻറ്റ് നടത്തുന്നത്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും.
അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കാണിക്കുന്ന ലെറ്ററാണ് ഒബ്ജക്റ്റ് ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഹൈറ്റ് എന്താണ്? എച്ച് ആണ്. അപ്പോൾ എച്ച് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം വൈ ആക്സിസിന് പാരലായിട്ട്, പോസിറ്റീവ് വൈ ആക്സിസിന് പാരലായിട്ടല്ല മെഷർമെൻറ്റ് നടത്തുന്നത്. സോ ഹൈറ്റ് എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി കോൺകേവ് മിററിൻ്റെ കേസിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആകാം, അല്ലേ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആകാം. അതുപോലെ എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റും ആകാം. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ഫോം ചെയ്യാം, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് ഫോം ചെയ്യാം. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് എങ്കിൽ എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഈ രീതിയിലായിരിക്കും എന്താ ഇമേജ് ഫോം ചെയ്യുന്നത്. സോ അവിടെ ഇമേജ് ഡിസ്റ്റൻസ് വി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പോളിൽ നിന്നും ലെഫ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ ഇമേജ് എന്തായിരിക്കും? ഇമേജ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് സൈൻ ആയിരിക്കും. അതുപോലെ ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ താഴേക്കാണ് ഇമേജിൻ്റെ ഡിറക്ഷൻ, ദാറ്റ് ഈസ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, നെഗറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ബിലോ ആയിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് ബിലോ ആയിട്ട് നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ അതെന്തായിരിക്കും? അത് നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അവിടെ എങ്ങനെയായിരിക്കും? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എച്ച് ഡാഷ്, അതും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇമേജ് ഹൈറ്റ് ആണ് എച്ച് ഡാഷ്, ഇമേജ് ഹൈറ്റ് എച്ച് ഡാഷ്. അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും, ഇമേജ് ഹൈറ്റും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇമേജ് ഫോം ചെയ്യുന്ന വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിൽ, എന്ത് ചെയ്യും? നമുക്ക് ഇതേ രീതിയിലായിരിക്കും ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എന്താണ്? പോളിൻ്റെ റൈറ്റ് ആയിട്ടാണ് നമുക്ക് മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വി ഗെറ്റ് പോസിറ്റീവ് വാല്യൂ. സോ വി ഈസ് ഈക്വൽ ടു വി എന്താണ്? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതുപോലെ ഇമേജിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ്? ഇവിടെ ഇറക്റ്റ് ആണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഇറക്റ്റ് ആകുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്ക് ആണ് ഇമേജ് നിൽക്കുന്നത്. പോസിറ്റീവ് വൈ ആക്സിസിന് പാരലായിട്ടായിരിക്കും നമുക്ക് മെഷർമെൻറ്റ് നടത്തുന്നത്. സോ അവിടെ ഇമേജിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇമേജ് ഹൈറ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോൺകേവ് മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റ് ലെഫ്റ്റിലായതുകൊണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്, ഹൈറ്റ് അത് പ്രിൻസിപ്പൽ ആക്സിസിന് എബോ ആയതുകൊണ്ട് ഹൈറ്റ് പോസിറ്റീവാണ്. ഇമേജ് രണ്ട് തരത്തിൽ ഫോം ചെയ്യും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആൻഡ് ഇറക്റ്റും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും, കാരണം അത് ലെഫ്റ്റ് സൈഡിലാണല്ലേ. ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും, ഹൈറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, കാരണം പ്രിൻസിപ്പൽ ആക്സിസിന് ബിലോ ആണ്. അതുപോലെ വെർച്വൽ ആൻഡ് ഇറക്റ്റിൻ്റെ കേസിൽ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും, കാരണം പോളിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഉള്ളത്. അപ്പം അത് പോസിറ്റീവ് ആയിരിക്കും. ഇമേജ് ഹൈറ്റ് എച്ച് ഡാഷ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, കാരണം അത് ഇറക്റ്റ് ആണ്. ഇനി നമുക്കിവിടെ ഒരു കാര്യം കൂടെ പറയണം. ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? കോൺകേവ് മിററിൻ്റെ കേസിൽ നമുക്കിതൊരു സ്പിയറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചർ കൊണ്ട് ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ വരും. ദെൻ ഇവിടെ എന്താണ്? ഒരു ഫോക്കൽ ലെങ്ത്, ഒരു ഫോക്കസ് ഉണ്ടാവും. സോ ഈ പോളിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? പോളിന് ലെഫ്റ്റ് സൈഡായിട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ കോൺകേവ് മിററിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മെഷർമെൻറ്റ് നടത്തുന്നത്. ഇനി നമുക്ക് കോൺവെക്സ് മിററിൻ്റെ കേസ് നോക്കാം. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് എങ്ങനെയാണ്? പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. സോ എ ബി ഈസ് പ്ലേസ്ഡ് അറ്റ് ദി ലെഫ്റ്റ് സൈഡ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ലെഫ്റ്റ് ആക്സിസിലല്ലേ, ലെഫ്റ്റ് ഡയറക്ഷനിലല്ലേ മെഷർമെൻറ്റ് വരുന്നത്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ്. ആൻഡ് ഒബ്ജക്റ്റ് ഹൈറ്റ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആവാൻ കാരണം പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ മുകളിലേക്കാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നത്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് എബോ ആയിട്ടാണ്. ഇനി എപ്പോഴും കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്, അല്ലേ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഈസ് ഓൾവേസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസിന് ഇപ്പോൾ പോളിൽ നിന്നും റൈറ്റ് സൈഡിലാണ് ഇമേജ് വരുന്നത്. സോ റൈറ്റ് സൈഡിലോട്ടാണ് മെഷർമെൻറ്റ് വരുന്നത്. സോ വി ഈസ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ആൻഡ് ഹൈറ്റ് മുകളിലേക്കല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ് മെഷർമെൻറ്റ് നടത്തുന്നത്. സോ എച്ച് ഡാഷ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മിററിനെ
ഇവിടെ നമ്മൾ സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ വരും. സി ഇവിടെ ഫോക്കസ് വരും. ഓക്കെ, അപ്പോൾ ഫോക്കസ് വരുമ്പോൾ ഫോക്കസും എങ്ങനെയാണ്, പോളിന് റൈറ്റ് സൈഡിലോട്ടാണ് മെഷർമെൻറ്റ് നടത്തുന്നത്. സോ ഫോക്കസ് ഹിയർ ഫോക്കൽ ലെങ്ത് എഫ് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മിറർ ഫോർമുലയാണ്. മിറർ ഫോർമുല എങ്ങനെയാണ്, നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അറിയാം u, ഇമേജ് ഡിസ്റ്റൻസ് v ആൻഡ് ഫോക്കൽ ലെങ്ത് എഫ്. ഈ 3 കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള റിലേഷനാണ് മിറർ ഫോർമുല, വിച്ച് ഈസ് 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിലേഷനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ യുവും വിയും എഫും കൂടെ, ഇമേജ് ഡിസ്റ്റൻസോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത്, ഇത് 3ഉം കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു റിലേഷനാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്, വിച്ച് ഈസ് 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. എല്ലാ സിറ്റുവേഷൻസിലും, ഏതൊക്കെ സിറ്റുവേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്താലും, എല്ലാ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കേസിലും, അതുപോലെ ഇനി ഒബ്ജക്റ്റിൻ്റെ എല്ലാ പൊസിഷൻസിലും, ഓൾ പൊസിഷൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്, എല്ലാ പൊസിഷൻ ഒബ്ജക്റ്റിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ പൊസിഷനിലും ഈ മിറർ ഫോർമുല വാലിഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദി ഇമേജും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അതായത് മാഗ്നിഫിക്കേഷൻ always denoted by the letter small m. Okay, magnification is the ratio of height of image to that of height of the object. ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും കൂടെ ഹൈറ്റിൻ്റെ തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര മടങ്ങ് വലിപ്പത്തിലാണ് അല്ലെങ്കിൽ എത്ര വലിപ്പമാണ് ഇമേജിനുള്ളത് എന്നതാണ് നമ്മൾ മാഗ്നിഫിക്കേഷനിലൂടെ നോക്കുന്നത്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എങ്ങനെയാണ്, h' ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് h. ഓക്കെ, അപ്പം മാഗ്നിഫിക്കേഷനെ സംബന്ധിച്ച് മാഗ്നിഫിക്കേഷന് ഒരു യൂണിറ്റ് ഇല്ല. ദാറ്റ് ഈസ് ഇവിടെ രണ്ടും ഒരേ ഡയമെൻഷൻ ഉള്ളവരല്ലേ, ഹൈറ്റ് അല്ലേ, ദാറ്റ് ഈസ് ലെങ്ത്. ഇപ്പോൾ സപ്പോസ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് 1 cm ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് 2 cm. ഇങ്ങനെയാണെങ്കിൽ എന്താണ്, സെൻറ്റിമീറ്റർ ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു യൂണിറ്റ് നമുക്ക് ഇടാനില്ല. അപ്പോൾ നോ യൂണിറ്റ്, മാഗ്നിഫിക്കേഷൻ ഹാസ് നോ യൂണിറ്റ്. അതുപോലെ ഡെസിമലിലായിട്ട് എഴുതരുത് എപ്പോഴും, നമ്മളിങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതരുത്, ഇപ്പോഴും എന്താണ് ഡെസിമലിലായിട്ടായിരിക്കാം എഴുതുന്നത്. ഇനി മാഗ്നിഫിക്കേഷന് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യുവും ഇമേജ് ഡിസ്റ്റൻസ് വിയും തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കാം. സോ m ഈസ് ഈക്വൽ ടു -v/u. ഇത് നെക്സ്റ്റ് റിലേഷനാണ്. മാഗ്നിഫിക്കേഷൻ്റെ അടുത്തൊരു റിലേഷനാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും കൂടെയുള്ള റിലേഷനാണ്. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -v/u. ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു റിലേഷൻ പറഞ്ഞായിരുന്നു, m ഈസ് ഈക്വൽ ടു h'/h. ഇനി ഇത് രണ്ടും കൂടെ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, h'/h വിച്ച് ഈസ് ഈക്വൽ ടു -v/u. ദിസ് ഈസ് ആൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ പ്രോബ്ലംസ് ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ചില ടിപ്സുകൾ നോക്കാം. അതായത് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ അല്ല അതിൻ്റെ സൈൻ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ് നേച്ചർ ഓഫ് ഇമേജ് വരുന്നതെന്ന് നോക്കാം. ഇനി മാഗ്നിഫിക്കേഷൻ m നെഗറ്റീവാണ് എങ്കിൽ ഇമേജ് റിയൽ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ മാഗ്നിഫിക്കേഷൻ്റെ സൈൻ പോസിറ്റീവാണ് എങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ്റെ ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് നമുക്ക് സൈസ് ഓഫ് ഇമേജ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ നമ്മൾ നോക്കുന്നില്ല, ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം m <1 ആണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ <1 ആണെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. അതുപോലെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ =1 ആണ് എങ്കിൽ നമുക്ക് സെയിം സൈസ് ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് ആയിരിക്കും ഇമേജിനും കിട്ടുന്നത്. അതുപോലെ മാഗ്നിഫിക്കേഷൻ m <1 ആണെങ്കിൽ എൻലാർജ്ഡ് ആയിരിക്കും. സി m =h അല്ലേ. ഇപ്പോൾ സപ്പോസ് ഇവിടെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ -1/2
2 ആണെന്നിരിക്കട്ടെ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിനെക്കാട്ടിൽ ചെറുതാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. സോ വി ഗെറ്റ് -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -0.5. ഇവിടെയുള്ള ന്യൂമറിക്കൽ വാല്യൂ മാത്രം നമ്മൾ നോക്കുന്നു. ദാറ്റ് ഈസ് 0.5നെ മാത്രം നമ്മൾ എടുക്കുന്നു. 0.5 1നെക്കാട്ടി ചെറിയൊരു വാല്യൂ അല്ലേ. സോ എന്തായിരിക്കും? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1/1 ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ആണെങ്കിൽ എന്തായിരിക്കും? 1/1 വി ഗെറ്റ് 1. സോ എന്തായിരിക്കും? m = 1 ആണെങ്കിൽ സെയിം സൈസ് ആയിരിക്കും. അതുപോലെ എൻലാർജ്ഡ് ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് വി ഗെറ്റ് 2/1 ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് 2 ആണ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 1 ആണെങ്കിൽ വി ഗെറ്റ് 2. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഗ്രേറ്റർ ദാൻ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 2 ഗ്രേറ്റർ ദാൻ 1 അല്ലേ. ഫസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എ കോൺവെക്സ് മിറർ യൂസ്ഡ് ഫോർ റിയർ വ്യൂ ഓൺ ആൻ ഓട്ടോമൊബൈൽ ഹാസ് എ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് 3 മീറ്റർ. ഇഫ് എ ബസ് ഈസ് ലൊക്കേറ്റഡ് ആസ് 5 മീറ്റർ ഫ്രം ദിസ് മിറർ ഫൈൻഡ് ദ പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ്. അപ്പോൾ ഇത് ആദ്യമേ കണ്ടത് കോൺവെക്സ് മിറർ ആണ്. സോ നമുക്കൊരു കോൺവെക്സ് മിററിൻ്റെ സൈൻ കൺവെൻഷൻ റഫായിട്ട് വരയ്ക്കാം. സോ കോൺവെക്സ് മിറർ ഫോക്കസ് അല്ലേ. ഫോക്കസ് എങ്ങനെയായിരിക്കും? പോളിൽ നിന്ന് റൈറ്റിലോട്ടായതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് വി എങ്ങനെയായിരിക്കും? ഇമേജ് ഡിസ്റ്റൻസ് വി പോസിറ്റീവാണ്, എച്ച് ഡാഷും പോസിറ്റീവ് ആയിരിക്കും, ഹൈറ്റും പോസിറ്റീവാണ്. അതുപോലെ ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു അതെങ്ങനെയായിരിക്കും? പോളിൽ നിന്ന് ലെഫ്റ്റ് ഡയറക്ഷനിലല്ലേ, അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, യു നെഗറ്റീവാണ്. അതുപോലെ എച്ചും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം തെറ്റിപ്പോകാതിരിക്കാനാണ്, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ അത് ഏകദേശം എന്താണ് ഇതിൻ്റെ ഒരു സൈൻ കൺവെൻഷൻ്റെ ഒരു റഫ് ഫിഗർ വരച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതണം. തന്നിട്ടുള്ള ഫസ്റ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 3 മീറ്റർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് യൂണിറ്റുകൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് അത്യാവശ്യമാണ്. 3 മീറ്ററാണ്. 3 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കുണ്ട് 300 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലാണ് നമുക്ക് എപ്പോഴും മെഷർമെൻറ്റ് കിട്ടേണ്ടത്. സോ 300 സെൻറ്റിമീറ്ററിലേക്ക് നമ്മളത് മാറ്റി. സോ ഇൻ ബസ് ഈസ് ലൊക്കേറ്റഡ്, ബസ്സാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സോ ബസ് ഈസ് ലൊക്കേറ്റഡ് ആയിട്ട് 5 മീറ്റർ ഫ്രം ദ മിറർ. മിററിൽ നിന്ന് 5 മീറ്റർ അകലെയാണ്. ദാറ്റ് ഈസ് യു ഈസ് 5 മീറ്റർ. യു 5 മീറ്റർ ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം യു എന്താണ്? നെഗറ്റീവാണ്. പോളിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നത്. സോ നെഗറ്റീവ് സൈൻ അവിടെ കൊടുക്കണം. -5 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 500 -500 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷനുണ്ട്, നേച്ചറുണ്ട്, അതുപോലെ സൈസ് ഓഫ് ദി ഇമേജ്. ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇമേജിൻ്റെ ഫൈൻഡ് ദ പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഇമേജ്. ദാറ്റ് ഈസ് നമുക്ക് വി ആണ് കണ്ടുപിടിക്കണം. ആ ഉണ്ടാകുന്ന ഇമേജിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ വിയും മാഗ്നിഫിക്കേഷനുമാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് മിറർ ഫോർമുല അറിയാം. ദാറ്റ് ഈസ് 1/v ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. ദിസ് ഈസ് ദ മിറർ ഫോർമുല. ഇനി ഇതിനകത്ത് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു ഉണ്ട്, എഫ് ഇല്ല. അപ്പോൾ എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് 6 തന്നിട്ടുണ്ട്. സോ വി നോ ആർ ഈസ് ഈക്വൽ ടു 2f. ഓക്കെ, ഈ ഇക്വേഷനകത്തു നിന്ന് നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? r/2 വിച്ച് ഈസ് ഈക്വൽ ടു 300/2. ദാറ്റ് ഈസ് വി ഗെറ്റ് ഫോക്കൽ ലെങ്ത് ആസ് 150 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എന്താണ്? പോസിറ്റീവാണ്. കോൺവെക്സ് മിറർ ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. സോ വി ഗെറ്റ് പോസിറ്റീവ് പ്ലസ് 150 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനകത്തോട്ട് മിറർ ഫോർമുലയിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. സോ 1/v ഈസ് ഈക്വൽ ടു വാട്ട് വി ഗെറ്റ്? 1/f മൈനസ് 1/u ആയിരിക്കില്ലേ. സോ 1/f 150 പ്ലസ് 150 ആണ്, മൈനസ് 1/u. യു എത്ര ആണ്? -500 ആണ്, അല്ലെങ്കിൽ -500 ആണ്. -500 which is equal to, ഈ മൈനസും മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് 1/150 പ്ലസ് 1/500. വി ഗെറ്റ് 500 പ്ലസ് 150 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 500 which is equal to 650 divided by 75,000. Okay, you get
At last you get 13/1500. Now we got 1 by v. Okay, this is 1 by v. നമുക്ക് v അല്ലേ വേണ്ടത്. v is equal to ഇതിൻ്റെ ഇൻവേഴ്സ് 1500 divided by 13, which we get is 115.3 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. നമുക്ക് മീറ്ററിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.15 മീറ്റർ. സി, ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. സോ നമുക്കിവിടെ കിട്ടുന്ന ഇമേജ് v is equal to എന്തായിരിക്കും? അതും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് സൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ അങ്ങനെ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദി ഇമേജ് കിട്ടി. ഇനി സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സിൽ പറഞ്ഞ പോലെ നമുക്കതിന് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? v - v by u. ഓക്കെ, സോ -v by u വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് v എത്രയാണ്? 1.15 മീറ്റർ ഡിവൈഡഡ് ബൈ u എത്രയായിരുന്നു? 5 meter, -5 meter. u is equal to -5 meter. So we get -5 meter. Meter cancel. Negative sign cancel ആയിപ്പോൾ 1.15 divided by 5, which we get, which is equal to 0.23. Positive sign. 0.23. Sorry. Which is equal to 0.23. ഓക്കെ, മാഗ്നിഫിക്കേഷൻ 0.23 ആണ്. 0.23 എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് സൈൻ അല്ലേ? ഇപ്പോൾ ഇവിടെ എന്താണ്? മാഗ്നിഫിക്കേഷൻ m പോസിറ്റീവ് ആണ്. m ഈസ് പോസിറ്റീവ്. സോ വി ഗെറ്റ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. വെർച്വൽ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ 0.23 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. ഒന്നിനെക്കാട്ടി ചെറിയൊരു നമ്പറാണ് അല്ലേ? അപ്പം മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആയാൽ എന്തായിരിക്കും? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇമേജിൻ്റെ നേച്ചർ നമുക്ക് കിട്ടി. വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വി, നമുക്ക് ക്വസ്റ്റ്യൻ പൊസിഷൻ എങ്ങനെയാണ്? 1.15 മീറ്റർ ഡിസ്റ്റൻറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ.